കലൂർ സ്റ്റേഡിയത്തിൽ പ്രവർത്തിച്ചിരുന്ന ഹോട്ടലിലെ സ്റ്റീമർ പൊട്ടിത്തെറിച്ച സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റേഡിയത്തിന്റെ ബലപരിശോധന നടത്തണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയത്തിൽ ഹോട്ടലുകൾ അനുവദിച്ചതിനെ ചൊല്ലിയും വിവാദം മുറുകുകയാണ്. 1.5 ലക്ഷത്തോളം പേരെ ഉൾക്കൊള്ളാവുന്നതാണ് GCDയുടെ ഉടമസ്ഥതയിലുള്ള കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം. എന്നാൽ ഫിഫ അണ്ടർ-19 വേൾഡ് കപ്പ് വന്നപ്പോൾ ഈ സമവാക്യങ്ങൾ മാറി. അവർ നടത്തിയ സുരക്ഷാ പരിശോധനയിൽ മേൽക്കൂരയും സ്റ്റേഡിയത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങളും മികച്ചതല്ലെന്ന് കണ്ടെത്തി. തുടർന്നിങ്ങോട്ട് സ്റ്റേഡിയത്തിലേക്കുള്ള പ്രവേശനം നിജപ്പെടുത്തി. ഒട്ടനവധി ഹോട്ടലുകളും അതിന്റെ അടുക്കളകളും സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതിനെക്കുറിച്ചുള്ള ആശങ്കകളും ഉയരുകയാണ്. അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്ന് പറയുന്നതിന്റെ ബൈലോയിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ കച്ചവട സ്ഥാപനങ്ങളുണ്ട്, അതുപോലെ തന്നെ ഹോട്ടലുകൾ ഉണ്ടാകുമ്പോൾ അവിടെ ഗ്യാസ്, ഇപ്പോൾ ഉണ്ടായത് സ്റ്റീമറാണ്. ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ വന്നു പോകുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ അടുക്കള പോലെയുള്ള, കിച്ചൺ പോലെയുള്ള സാധനങ്ങളാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഓഡിറ്റ് വിഭാഗം, അഗ്നി സുരക്ഷാ വിഭാഗം നടത്തിയ ഓഡിറ്റിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അവിടെ അനുവദനീയമായ അളവിൽ കൂടുതൽ ഗ്യാസ് സിലിണ്ടറുകൾ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങൾ ഇതൊന്നും സുരക്ഷ ഇല്ലാത്ത രീതിയിലാണ്, പ്രവർത്തനക്ഷമമല്ലാത്ത രീതിയിലാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഹോട്ടലിലെ സ്റ്റീമറിന്റെ പൊട്ടിത്തെറിയെക്കുറിച്ച് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വിഭാഗം അന്വേഷണം തുടരുകയാണ്. കൊച്ചി കോർപ്പറേഷന്റെ വിവിധ വകുപ്പുകളും അന്വേഷണം നടത്തുന്നുണ്ട്. ഫോറൻസിക് പരിശോധന റിപ്പോർട്ട് കൂടി ലഭിച്ചാലാണ് കേസിൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുക. നിലവിൽ ഹോട്ടൽ ഉടമകൾക്കെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ ഒരാൾ മരിക്കുകയും 3 പേർ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയുമാണ്. ന്യൂസ് 18 കൊച്ചി. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അവിടെ ഇതുമായി ബന്ധപ്പെട്ടവർ ചോദിക്കുന്നത്. അത് ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ സമീപത്ത് എങ്ങനെയാണ് ഇതുപോലെയുള്ള ഗ്യാസ് അടക്കം പ്രവർത്തിക്കുന്ന ഒരു കിച്ചൺ എങ്ങനെ പ്രവർത്തിക്കും? കാരണം അവിടെ മത്സരങ്ങൾ നടക്കുമ്പോഴും ഇതേ സംവിധാനങ്ങളൊക്കെ ഇതുപോലെ പ്രവർത്തിക്കാറുണ്ട്. അവിടെ അതും വലിയ രീതിയിൽ തിരക്കുള്ള റെസ്റ്റോറൻറ്റുകളാണ് അതിന് ചുറ്റുമുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ഏത് തരത്തിലുള്ള പരിശോധനയാണ് നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനൊക്കെ അനുമതി കൊടുത്തത് എന്ന ചോദ്യത്തിന് തീർച്ചയായും നഗരസഭ തന്നെ ഉത്തരം പറയേണ്ടി വരില്ലേ? ശ്രീജ, ഇതില് സ്റ്റേഡിയത്തിൽ നേരത്തെയും തന്നെ ഈ കടമുറികൾ വാടകയ്ക്ക് കൊടുക്കുന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ വ്യക്തമായ മാനദണ്ഡങ്ങൾ വേണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. GCDയുടെ ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഉടമസ്ഥയിലും അധികാരതയിലുമുള്ളതാണ് സ്റ്റേഡിയമെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് അനുമതി അടക്കം നൽകുന്നത്, അത് നിരീക്ഷിക്കുന്നതിനെല്ലാം കൊച്ചിൻ കോർപ്പറേഷനാണ് അതിൽ കാര്യമായിട്ട് തന്നെ ഇടപെടേണ്ടതും കാര്യങ്ങൾ പരിശോധനകളെല്ലാം തന്നെ നടത്തേണ്ടതുമെല്ലാം തന്നെ ചെയ്യുന്നത്. പക്ഷേ ഈ അടുത്തിടെ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ഈ സ്റ്റേഡിയം പരിസരത്തേക്ക് സാധാരണ രീതിയിൽ നേരത്തെ ഒരു ഗോഡൗൺ സ്പേസിന് വേണ്ടി എല്ലാം തന്നെ കൊടുത്തിരുന്നു. ആദ്യഘട്ടത്തിൽ അങ്ങനെയാണത് കൂടുതലായിട്ടും തന്നെ വാടകയിലേക്ക് വന്നത്. പിന്നീട് അതിൻ്റെ ഒരു സ്വഭാവം മാറുകയും പിന്നീട് കൂടുതലായി ഹോട്ടലുകളായിരുന്നു, സ്റ്റേഡിയത്തിന് ചുറ്റും ഹോട്ടലുകൾ വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഒരു പാർക്കിംഗ് സ്പേസ്, കാര്യങ്ങൾ ഇവിടേക്ക് എത്തിച്ചേരാൻ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അങ്ങനെ ആളുകളുടെ ഒരു കൂടിച്ചേരുന്നൊരിടമായിട്ടായി ഈ സ്റ്റേഡിയം പരിസരമെല്ലാം തന്നെ മാറി, വളരെ പെട്ടെന്ന് മാറുകയും ആളുകൾ കൂടുതലായി ചെല്ലാൻ ചെയ്തതോടെ അവിടെ കൂടുതൽ ആകർഷിക്കുകയും കൂടുതൽ സാധ്യതകളുള്ള ഒരു ഇടമായിട്ട് മാറുകയും ചെയ്ത് ഹോട്ടലുകൾ വന്നതോടെയാണ്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഹോട്ടലുകൾ കൂടുതലായിട്ട് തന്നെ വന്നു. ഈ ഹോട്ടലുകൾ പലപ്പോഴും വാടകയ്ക്ക് നൽകുന്നത് ആദ്യഘട്ടത്തിൽ ഇത് വാടകയ്ക്ക് വാങ്ങിച്ചവർ പിന്നീട് വലിയ രീതിയിൽ വാടക കൂട്ടി അവർ മറിച്ച് വാടകയ്ക്ക് നൽകുന്നതാണ് പിന്നീടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നാണ് പലരും പറയുന്നത്. ഏതാണ്ട് ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുള്ളത്. അപ്പോഴും ഈ ഹോട്ടലുകൾ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു? നേരത്തെ ആദ്യഘട്ടത്തിൽ അനുമതി നൽകുന്ന പലപ്പോഴും അവിടെ ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം അവിടെ വിളമ്പുക എന്ന രീതിയിലായിരുന്നു പലപ്പോഴും ഉണ്ടായിരുന്നത്. പിന്നീട് അത് മാറുകയും അതിനകത്ത് അടുക്കള സംവിധാനങ്ങളോടുകൂടി തന്നെ വലിയ ഗ്യാസ് അടുപ്പുകളും കാര്യങ്ങൾ, ഇപ്പോൾ തന്നെ സ്റ്റീമർ അടക്കം സംവിധാനങ്ങളിലേക്കെല്ലാം തന്നെ വരികയും ചെയ്തു എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും വ്യക്തമായ രീതിയിലൊരു പരിശോധനകളൊന്നും മാനദണ്ഡങ്ങൾ അനുസരിച്ച് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. നേരത്തെ ഫിഫ വേൾഡ് കപ്പ് അണ്ടർ-19 വിഭാഗം വേൾഡ് കപ്പ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ അവിടെ കൃത്യമായിട്ട് അവർ പരിശോധന നടത്തുകയും അന്ന് വലിയ രീതിയിൽ അവർ ആശങ്ക അടയാളപ്പെടുത്തുകയും ചെയ്തൊരിടം കൂടിയാണ്. പിന്നീട് ഈ 50,000 കാണികളിൽ നിന്ന് പിന്നീട് കാണികളുടെ എണ്ണം കുറയ്ക്കുന്നൊരവസ്ഥയിലേക്ക്
വന്നു. അതെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴും ഈ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നില്ല. അവർ പറയുന്നത് ഈ മത്സരങ്ങളുള്ള ദിവസങ്ങളിൽ ഹോട്ടലുകൾ അവരോട് അന്ന് പ്രവൃത്തി ദിനമായിരിക്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. പക്ഷെ പലപ്പോഴും അതൊന്നും പാലിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആരും ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ ആരും മെനക്കെടാറില്ല എന്ന് തന്നെയാണ്. അതിൻ്റെ ഒരു ദുരന്തം അതെന്തായിരിക്കും എന്നതിൻ്റെ ആദ്യ ചൂണ്ടുപലകയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിൻ കോർപ്പറേഷനകത്തുമെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ച നടന്നു. ഇത് പരിശോധിക്കേണ്ടതാണ്. ഇതിനകത്തെ കാര്യങ്ങൾ ഏത് രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ് എന്നത് പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് ഇപ്പോൾ ഒരാവശ്യം ഈ സ്റ്റേഡിയത്തിന് ഏതെങ്കിലും രീതിയിലൊരു ബലക്ഷയം സംഭവിച്ചോ അത്തരം കാര്യങ്ങൾ കൂടി പരിശോധനയിലേക്ക് വരേണ്ടതില്ല. കാരണം വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പരിശോധിക്കണമെന്നത് പറയുന്നുണ്ട്. ഫോറൻസിക്, അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പ്, GCDA, കൊച്ചിൻ കോർപ്പറേഷൻ ഇവരെല്ലാം ചേർന്നുള്ളൊരു പരിശോധനകളും കാര്യങ്ങളും എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോഴും ബാക്കി നിൽക്കുന്നൊരു ചോദ്യം, ഇവിടെ പ്രവർത്തിക്കുന്ന ഈ ഹോട്ടലുകൾക്ക് ഏത് രീതിയിലുള്ളൊരു ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയുമെന്നതാണ്. കാരണം ഒരു സുരക്ഷ എന്നത് വലിയ പ്രശ്നമായിട്ട് ഇതിൽ ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് സ്റ്റേഡിയത്തിൻ്റെ ഒരു അവസ്ഥയെ ബാധിക്കും. ഈ സ്റ്റേഡിയം പരിസരത്ത് ഇങ്ങനെയൊരു ഹോട്ടലുകൾക്ക് ഈ രീതിയിൽ ഗ്യാസ് അടപ്പുകളും വലിയ സംവിധാനങ്ങളോടുകൂടി അവിടെ അനുമതി നൽകാവോ എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു മാനദണ്ഡങ്ങൾ കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇതെല്ലാം ഒരു പൊതു ചർച്ചയിലേക്ക് വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ ഒരു അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള പരിശോധന തുടരുകയാണ്. ഹോട്ടൽ ഉടമകൾക്കെതിരെ നിലവിൽ പാലാരിവട്ടം പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഈ റിപ്പോർട്ടുകൾ കൂടി വരേണ്ടതുണ്ട്. ഫോറൻസിക്കിൻ്റെ അടക്കമുള്ള ഒരു പരിശോധനാ ഫലം കൂടി വരേണ്ടതുണ്ട്. അതിനാൽ മാത്രമേ ഏതെല്ലാം വകുപ്പ് കാര്യങ്ങൾ എന്ന കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയൂ. ഒരാളാണ് ഇതര സംസ്ഥാന തൊഴിലാളിയായ ഒരാൾ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. 4 പേർ ആശുപത്രിയിലുണ്ട്. അതിൽ നാഗാലാൻഡ് സ്വദേശി ആശുപത്രിയിൽ കഴിഞ്ഞ നാഗാലാൻഡ് സ്വദേശിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള 4 പേരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. 2 പേർ നാഗാലാൻഡ് സ്വദേശികളും ഒരാൾ ഒഡീഷ സ്വദേശിയും ഒരാൾ അസം സ്വദേശിയുമാണ്. എന്തായാലും ഒരാളുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഇടപെടലുകളടക്കം പരിശോധനകളടക്കം ഉണ്ടാകേണ്ടതാണ്. അത് ഒരു സുരക്ഷാ ഓഡിറ്റിംഗ് എന്ന രീതിയിലേക്കെല്ലാം തന്നെ നീങ്ങണമെന്ന് കൊച്ചി കോർപ്പറേഷൻ കൗൺസിലിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വലിയ ചർച്ചകളിലേക്ക് ഇത് വഴി തുറന്നേക്കാം. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് വിശദമായി കൊച്ചിയിൽ നിന്ന്.